ഈ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, മിസ്സിൻ്റെ ബർത്ത്ഡേ എന്നാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ടും എന്തിനാ, നിനക്ക് എന്താ മോനെ, എന്തിനാ അതെന്ന് ചോദിച്ചു. അപ്പോൾ മിസ്സ് പറയാൻ കൂടുതൽ നിർബന്ധിക്കുക. അപ്പോഴാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പം, അതായത് സർപ്രൈസായിട്ട് ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ അല്ലെങ്കിൽ സാറന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാക്കുക. ചില അധ്യാപകർ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ, റീല് വെക്കാൻ, ഇതിനു വേണ്ടിയിട്ടൊക്കെ അവർക്കത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കൊണ്ടു കൊടുക്കുന്ന കുട്ടി, അതായത് വീട്ടിൽ പോയിട്ട് അവിടെ അടിയും പിടിയും ഉണ്ടാക്കി, ആ വീട്ടിൽ അതിനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. ഇത് എല്ലാ കുട്ടികളും നമ്മൾ നാളെ ഒരു 50 രൂപ എടുക്കണം, അല്ലെങ്കിൽ ഒരു 100 രൂപ എടുക്കണം എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഒരാളതിന് മാറി നിൽക്കില്ലല്ലോ. അപ്പം കുട്ടി വീട്ടിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കും. അപ്പോൾ വീട്ടിലെന്താണ്, പാരൻസ് ചിലപ്പോൾ 50 രൂപ അല്ല 100 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും നേരം വെയിലത്ത് പണിയെടുത്ത് വരുന്ന ഒരു പാരൻറ്റിനെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമായിരിക്കും. അത് ടീച്ചർക്ക് കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാറിന് കൊടുക്കുന്നതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. ആ പാരൻറ്റിന് ആ 50 അല്ലെങ്കിൽ ആ 100 രൂപ അന്നത്തെ ആ കുട്ടികളുടെ ചിലവിന് അത് മാറ്റി വെച്ച ക്യാഷായിരിക്കും. അപ്പോൾ പേഴ്സണലി ഇങ്ങനെ കുട്ടികൾ കൊണ്ടുവരുമ്പം നമ്മളോടിത് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുക. ഒരിക്കലും നമ്മളതിനെ, എന്നോട് ചോദിച്ചപ്പോൾ പേഴ്സണലി പറഞ്ഞേ, എനിക്ക് ബർത്ത്ഡേ ഇല്ല, ഞാൻ ആഘോഷിക്കാറില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾ ശരിക്കും നമുക്ക് ദുഃഖം തരുന്നതല്ലേ, നമുക്ക് ഓരോ വർഷവും വയസ്സ് കൂടല്ലേ, അപ്പോൾ നമ്മളതിനെ ആഘോഷിക്കല്ലല്ലോ വേണ്ടത്. അപ്പോൾ മക്കൾ പറഞ്ഞ നല്ല മിസ്സേ അത് പറഞ്ഞേരി. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു രസത്തിന് നമ്മളത് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ മക്കളില്ലാത്ത ക്യാഷ് എടുത്തിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല, പറഞ്ഞില്ല, ഇതൊക്കെ വെറുതെ പറയും. സംഭവം അതൊന്നുമല്ല. സംഭവം ഇത് കുട്ടി അറിഞ്ഞിട്ടുണ്ട്, അല്ലെ കണ്ടെത്താൻ ഈ ഒരാളും കൂടെ അതിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഉള്ളിലൂടെ അത് കിട്ടണം, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കുക എന്നുള്ളൊരു എന്തോ ഉള്ളിൽ വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ടീച്ചേഴ്സ് സ്റ്റാറ്റസ് ഇടുന്ന, അല്ലെങ്കിൽ മൊത്തത്തിൽ പബ്ലിക്കാക്കുന്ന, അന്നത്തെ പോലെ റീൽ തന്നെ അതായിരിക്കും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ മക്കളെ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യരുത്. അതിനൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മൗനസമ്മതം കൊടുക്കരുത്.